മോർണിംഗ്. സുഖാണ് എല്ലാവർക്കും. എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ? ചേച്ചി പോറാണോ? ബുദ്ധിമുട്ടുണ്ടല്ലേ പഠിക്കാനായിട്ട്? ആണോ? കുറച്ചല്ലേ? ഡിപ്ലോമ പോലെയല്ല, ബുദ്ധിമുട്ടാണ് സെന്റൻസ് ഒക്കെ വായിച്ച് മനസ്സിലാക്കിയെടുക്കാനല്ലേ. മിസ്സുമാര് പറയുമ്പോ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി. ഇപ്പൊ മലയാളത്തില് എഴുതി വെക്കാം. അപ്പൊ അതിന്റെ ഇത് വായിച്ചു നോക്കുമ്പോ പിടിയുണ്ട് കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇപ്പൊ നമ്മൾ എടുത്ത് നിർത്തിയത് ഇവിടെ വരെയാണ് അല്ലെ. ഇഷ്യൂസ്, കറണ്ട് ഇഷ്യൂസ് ആൻഡ് കൺസേൺസ് വരെയാണ് നമ്മൾ എടുത്ത് നിർത്തിയത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഹെൽത്ത് കെയർ ഓപ്പറേഷണൽ ചാലഞ്ചസ്. ഹെൽത്ത് കെയർ ഓപ്പറേഷൻസ്, അവിടെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ വരുന്ന ചലഞ്ചസ് ഇതൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, അത് നമ്മൾ എടുത്തില്ലേ? നമ്മൾ എടുത്തിരുന്നു. ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ചലഞ്ചസ് ആണ് കേട്ടോ. പെട്ടെന്ന് മാറിപ്പോയതാണ്. ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ചലഞ്ചസ് നമ്മൾ അത് തൊട്ടാണ് പറയേണ്ടത്. ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ, വ്യവസായ മേഖലകളിൽ വരുന്ന ചലഞ്ചസ് ഇതൊക്കെയാണ്. ഓരോ പോയിന്റ് നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് പോയിന്റ് ആണ് എന്താണ്? കൺസേണിങ് റൈസിംഗ് കോസ്റ്റ്. കോസ്റ്റുകൾ റൈസ് ചെയ്ത് വരുന്നുണ്ട് അല്ലെ, ഓരോ കാര്യങ്ങളും. ഇപ്പൊ ഹോസ്പിറ്റലാണെങ്കിൽ നമുക്കറിയാം എന്താണ്, പല പല കോസ്റ്റുകൾ അല്ലെ, സർവീസിങ് കോസ്റ്റുകള്, പല പല ടെക്നോളജികള് വളർന്നു വരുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട പല കോസ്റ്റുകൾ വരുന്നുണ്ട്. രോഗികൾ വരികയാണ് അല്ലെ, അവർക്ക് പരിചരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറെ സർവീസുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട പല കോസ്റ്റുകള്. അപ്പൊ അങ്ങനെയുള്ള പലതരത്തിലുള്ള കോസ്റ്റുകൾ റൈസ് ചെയ്ത് വരുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. കണ്ടെയ്നിങ് റൈസിംഗ് കോസ്റ്റ്. നോക്കാം. പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സ് പ്രൈസ് ആൻഡ് aging population which require more care and the increasing cost of medical technology have contributed to the rising cost of managed care in recent years. The new health care reforms law is aimed at helping control cost. ഇത്രയും വരെ നമുക്ക് നോക്കാം. ഫസ്റ്റ് പറയുന്നത് എന്താണ്? പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സ് പ്രൈസ് അല്ലെ. പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സ് പ്രൈസ്, ഏജിംഗ് പോപ്പുലേഷൻ വിത്ത് require more care and the rising cost of medical technology have contributed to the rising cost of managed care in recent years. നമുക്കറിയാം പ്രിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മരുന്നുകളുടെ കുറിപ്പടി എന്ന് പറയാം അല്ലെ. മരുന്നുകളുടെ ആ കുറിപ്പടി, അങ്ങനെയുള്ള മരുന്നുകളുടെ കുറിപ്പടിയില് ആ മരുന്നുകളുടെ വിലയിലുള്ള വർധനവ്. നമ്മള് പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്ന മരുന്നുകൾ ഉണ്ടാവുമല്ലോ, അതിനകത്ത് നമുക്കറിയാം അല്ലെ. നമുക്കറിയാം ഒരു രോഗത്തിന് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് നമുക്ക് മരുന്നുകൾ എഴുതി തരാറുണ്ട്. അത് പുറത്തുനിന്ന് വാങ്ങിക്കാൻ പറയുമ്പോ എന്തായിരിക്കും? നല്ല വില കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്നു അല്ലെ. അതിന്റെയൊക്കെ പ്രൈസ് എന്താണ്? നല്ല ഹൈ ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ആ മരുന്നുകളുടെ വർധനവ്, അവരുടെ വിലയുടെ വർധനവ്. ഇനി എന്താണ്? പരിചരണത്തിനായുള്ള വർദ്ധിച്ചു വരുന്ന ആവശ്യകതകൾ. നമുക്കറിയാം ഇപ്പൊ എന്താണ്, രോഗികൾ കൂടി വരുന്നുണ്ട് അല്ലെ. പണ്ട് കാലങ്ങളിലൊക്കെ എന്താണ്, പച്ചമരുന്നുകളൊക്കെ യൂസ് ചെയ്താണ് ആളുകൾ ജീവിച്ചിരുന്നത് അല്ലെ. ഇപ്പൊ പനിക്കായാലും ചുക്ക് കാപ്പിയൊക്കെ കുടിച്ചിട്ട് പനി മാറാറുണ്ട്. പക്ഷെ ഇപ്പോഴുള്ള പനികളൊക്കെ എന്താണ്? ഹൈ ആണ് അല്ലെ. ഒരു ദിവസം പനിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ആള് കിടപ്പാവും. അങ്ങനത്തെ പനിയാണ്. അപ്പൊ നമ്മള് എന്താ ചെയ്യുന്നത്? പരിചരണത്തിന്റെ ആ വർദ്ധിച്ചു വരുന്ന ആവശ്യകതകൾ കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ചിലവേറിയ മെഡിക്കൽ സാങ്കേതിക വിദ്യകള് അല്ലേ. ഓരോ കാര്യങ്ങൾ, അതുപോലെ ഇപ്പോ എന്താണ്, ഒരു രോഗത്തിന് വയറുവേദനയായിട്ട് ചെല്ലുമ്പോ സ്കാൻ ചെയ്യാൻ പറയും അല്ലെ. അങ്ങനെയുള്ള പല പല ടെക്നോളജീസും ഉണ്ട്. അപ്പൊ സ്കാൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ്? കോസ്റ്റ് കൂടുന്നുണ്ട് അല്ലെ നമുക്ക് അല്ലെ. അതിനൊക്കെ എന്താണ്? വളരെ നല്ല ഹൈ കോസ്റ്റ് ആണ് കൊടുക്കുന്നത്. അങ്ങനെയുള്ള എന്താണ്, ചിലവേറിയിട്ടുള്ള മെഡിക്കൽ സാങ്കേതിക വിദ്യകള് എന്നിവ ആരോഗ്യ സംരക്ഷണ കോസ്റ്റുകൾ, ഹെൽത്ത് കെയർ കോസ്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? വർദ്ധിച്ചു വരുന്നുണ്ട്. ഇവയൊക്കെ കാരണം നമുക്ക്
പലതരത്തിലുള്ള കോസ്റ്റുകൾ വർദ്ധിച്ചു വരുന്നുണ്ട്. പല മരുന്നുകൾക്ക് കോസ്റ്റ് ആവുന്നുണ്ട്. പല സാങ്കേതിക വിദ്യകൾ, ടെക്നോളജീസ്, പല ഇന്നോവേഷൻസും ടെക്നോളജീസ് ഒക്കെ പുതിയതായിട്ട് വരുമ്പോ അതിനൊക്കെ എന്താണ് നല്ല രീതിയിൽ കോസ്റ്റ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് പരിചരണത്തിനായുള്ള വർദ്ധിച്ചു വരുന്ന ആവശ്യകതകൾ, ഓരോ രോഗികളും കൂടി വരുന്നത് കൊണ്ട് തന്നെ ആവശ്യകതകൾ കൂടി വരുന്നുണ്ട് അല്ലെ. അവർക്ക് സർവീസ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള കോസ്റ്റുകൾ വരുന്നുണ്ട്. ഇതൊക്കെ എന്താണ് പല രീതിയിൽ കോസ്റ്റുകൾ വർദ്ധിച്ചിട്ടുണ്ട് ഇത് കാണണം. ഇനി എന്താണ് the new health care reform law is aimed at helping control cost. അണ്ടർലൈൻ ചെയ്യാം. എന്താണ് പുതിയ ആരോഗ്യ പരിരക്ഷാ പരിഷ്കരണ നിയമം ചിലവ് നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നതിന് ലക്ഷ്യമിടുന്നുണ്ട്. ഓക്കെ, the new health care reform law is aim. അതിന്റെ എയിം എന്താണ്? കൺട്രോളിംഗ് കോസ്റ്റ് അല്ലെ, കോസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. Proposal to manage cost include the absorption of electronic health records, more focus on quality and efficiency, emphasis on less expensive, focusing on preventive care rather than costly services, and government regulations to keep insurance premium and Medicare payments low. അപ്പോ എന്താ പറയുന്നത്, ഇങ്ങനെയുള്ള ഈ കോസ്റ്റ് നമ്മൾ കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽത്ത് കെയർ റീഫോം ലോ ലക്ഷ്യമിടുന്നുണ്ട് അല്ലെ. ലക്ഷ്യം എന്ന് പറഞ്ഞാല് കോസ്റ്റുകൾ കുറയ്ക്കുക എന്നതിനെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ കോസ്റ്റ് കുറയ്ക്കുന്നതിന് ചെയ്യുന്ന ചില നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ലാസ്റ്റ് പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്, അപ്പൊ ലാസ്റ്റ് സെന്റൻസിൽ കൊടുത്തിരിക്കുന്നത് നോക്കി. more focus on quality and efficiency. അതുപോലെ തന്നെ അബ്സോർപ്ഷൻ ഓഫ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ്. ഇലക്ട്രോണിക്കലി എല്ലാ കാര്യങ്ങളും മാനുവലി ചെയ്യാതെ ഇലക്ട്രോണിക്കലി ചെയ്യുമ്പോൾ എന്താണ് പല കാര്യങ്ങളും നമുക്ക് വേസ്റ്റേജ് വരുന്നില്ല, എറേഴ്സ് വരുന്നില്ല, അധികം പോസ്റ്റുകളൊന്നും വരുന്നില്ല അല്ലെ. മാനുവലി ചെയ്യുമ്പോഴാണ് കുറെ പോസ്റ്റുകൾ ആകുന്നത്. അതുപോലെ ഇലക്ട്രോണിക്കലി എല്ലാ കാര്യങ്ങളും ഇലക്ട്രോണിക്കലി ആകുമ്പോൾ എന്താണ് നമുക്ക് കുറെ കാര്യങ്ങൾ ടൈം സേവ് ചെയ്യാൻ പറ്റും, കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും, ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ മോർ ഫോക്കസ് ഓൺ ക്വാളിറ്റി ആൻഡ് എഫിഷ്യൻസി, കാര്യക്ഷമമായിട്ടും അതുപോലെ ക്വാളിറ്റിക്കും നമ്മൾ ഫോക്കസ് കൊടുത്തിട്ട് എല്ലാ പ്രവർത്തനങ്ങളും നടത്താം. അതുപോലെ തന്നെ എന്താണ് ലെസ് എക്സ്പെൻസീവ് ഫോക്കസിങ്, എക്സ്പെൻസീവ് ആയിട്ട് കോസ്റ്റ് കുറച്ചുകൊണ്ട് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓൺ പ്രിവെന്റീവ് കെയർ, കോസ്റ്റ് കുറച്ചുകൊണ്ട് ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്? ഓൺ പ്രിവെന്റീവ് കെയർ, പ്രതിരോധാത്മകമായിട്ടുള്ള കെയർ. നമ്മളിപ്പോ ഒരു രോഗം വരാതിരിക്കാനായിട്ടുള്ള കെയർ കൊടുക്കുന്നു അല്ലെ. അതിനെ കഴിഞ്ഞിട്ട് നോക്കുന്നതിനെക്കാട്ടും കൂടുതൽ അപ്പൊ വളരെ കോസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ രോഗത്തെ പ്രതിരോധിക്കാൻ കഴിഞ്ഞാൽ എന്താണ് ആ രോഗം കുറയ്ക്കാനായിട്ട് വരാതിരിക്കാൻ നോക്കാൻ പറ്റൂല്ലേ നമുക്ക്, ഇല്ലേ? പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കെയർ വേണം കൊടുക്കാനായിട്ട്. അപ്പൊ എന്താണ് ആ രോഗങ്ങൾ വരാതിരിക്കാനായിട്ട് നമുക്ക് നോക്കാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ ചെലവ് കുറയ്ക്കാം. ഇനി എന്താണ് ഗവൺമെന്റ് റെഗുലേഷൻ ടു കീപ് ഇൻഷുറൻസ് പ്രീമിയം ആൻഡ് മെഡിക്കെയർ പേയ്മെന്റ് ലോസ്. അതുപോലെ തന്നെ ഗവൺമെന്റ് റെഗുലേഷനിലൂടെ എന്താണ് ഇപ്പോ രോഗികൾക്ക് കൊടുക്കുന്ന ഇൻഷുറൻസ്, അതുപോലെ തന്നെ ഇൻഷുറൻസ് പ്രീമിയംസ്, മെഡിക്കെയർ പേയ്മെന്റ്സ് ഒക്കെ നമുക്ക് ലോ ആക്കാനായിട്ട് ശ്രമിക്കാം. അതിലൂടെയൊക്കെ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് കണ്ടെയ്നിങ് പ്രൈസിങ് കോസ്റ്റിൽ വരുന്നത്. ഓക്കെ, അണ്ടർലൈൻ ചെയ്യേണ്ടത് എന്താണ്? ന്യൂ ഹെൽത്ത് കെയർ റീഫോം ലോ ഈസ് എയിംഡ് അറ്റ് ഹെൽത്ത് കൺട്രോൾ കോസ്റ്റ്. ഓക്കെ, അതുപോലെ തന്നെ ലാസ്റ്റ് സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്യാം. കോസ്റ്റ് മാനേജ് ചെയ്യേണ്ട കാര്യങ്ങൾ, കോസ്റ്റ് കുറയ്ക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അഡോപ്ഷൻ ഓഫ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ്, more focus on quality and efficiency, emphasis on less expensive, focusing on preventive care rather than the quality services, and government regulations to keep insurance premium and Medicare payment. ഇത്രയും കാര്യങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ക്ലിയർ ആണോ ആ പോയിന്റ്?
ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കാം. നെക്സ്റ്റ് പോയിന്റ് ആണ് മെഡിക്കൽ എറേഴ്സ്. The incidence of medical errors resulting in patient death is an issue of critical importance to the healthcare industry. എന്താണ് പറയുന്നത്? ഇൻസിഡന്റ് ഓഫ് മെഡിക്കൽ കെയർ, മെഡിക്കൽ മെഡിക്കൽ എറേഴ്സ് മൂലമുണ്ടാകുന്ന ഈ പേഷ്യന്റ് ഡെത്ത് അല്ലെ, പല രീതിയിലും മെഡിക്കൽ എറേഴ്സ് വരാം. അപ്പൊ എന്താണ് അതിന്റെ റിസൾട്ടിങ് എന്ന് പറയുന്നത്? എന്താണ്? പേഷ്യന്റ് ഡെത്ത് ആവാം അല്ലെ, പേഷ്യന്റ് ഡെത്ത് സംഭവിക്കാം. അങ്ങനെ പേഷ്യന്റ് ഡെത്ത് സംഭവിക്കുന്നതിലൂടെ ഹെൽത്ത് കെയർ മേഖലയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. മെഡിക്കൽ എറേഴ്സ് വന്നു, അതിലൂടെ പേഷ്യൻസ് പലരും മരിക്കുന്നുണ്ട്. അതൊക്കെ എന്താണ്? ഒരു പ്രധാനപ്പെട്ട ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണെന്നാണ് പറയുന്നത് ഹെൽത്ത് കെയർ മേഖലകളില്. A study by Health Dates showed that between 2004 and 2006, medical errors cost more than 2 lakh. അപ്പൊ എന്താണ്? ഈ 2004 തൊട്ട് 2006 വരെ ആ കണക്ക് പ്രകാരം നമ്മൾ ആ കണക്കെടുത്ത് നോക്കുമ്പോൾ മെഡിക്കൽ എറേഴ്സ് വന്നിട്ട് എത്ര പേര് മരിച്ചിട്ടുണ്ട്? more than 2 lakh അല്ലെ, 2 ലക്ഷം പേര് മരണമടഞ്ഞിട്ടുണ്ട്. ആൻഡ് കോസ്റ്റ് മെഡിക്കെയർ നിയർലി 9 ബില്യൺ. അപ്പൊ എന്താണ്? ഇങ്ങനെയുള്ള ആളുകൾക്ക്, രോഗികൾക്കൊക്കെ നമ്മള് ഇൻഷുറൻസ് അല്ലെ, മെഡിക്കെയർ എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസുകൾ കൊടുക്കാറുണ്ട്, ഇൻഷുറൻസ് കവറേജ് ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പോ ഇങ്ങനെ ഡെത്ത് മൂലം 2 ലക്ഷം പേർക്ക് 2 ലക്ഷം പേര് മരിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ എന്താണ്? ഇങ്ങനെയുള്ള മെഡിക്കെയർ ഇൻഷുറൻസ് കവറേജ് കൊടുത്തത് മൂലം എന്താണ് അതിന്റെ കോസ്റ്റ് ഓഫ് മെഡിക്കെയർ എന്ന് പറയുന്നത് എന്താണ്? 9 ബില്യൺ ആയിട്ട് വർദ്ധിച്ചിരുന്നു. ഇനി എന്താണ്? ഇൻ 2008 ആയപ്പോഴേക്കും മെഡിക്കെയർ ഡിക്ലയർഡ് ദാറ്റ് it would not cover the treatment for 8 avoidable medical errors, including leaving surgical tools inside the patient and catheter-related urinary tract infection. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? 2006-ലും 2004 തൊട്ട് 2006 വരെ ആളുകള് എന്താണ് മെഡിക്കൽ എറേഴ്സ് മൂലം മരണമടഞ്ഞിട്ടുണ്ട്. 2 ലക്ഷം പേര് വരെ മരിച്ചിട്ടുണ്ട്. അങ്ങനെ ആളുകൾക്ക് എന്താണ് ഇങ്ങനെയുള്ള ഇൻഷുറൻസ് കവറേജ് കൊടുത്തു. അത് എത്രയാണ്? 9 ബില്യൺ ആയിട്ട് മാറിയിരുന്നു ആ കാലഘട്ടത്തിൽ. അതുപോലെ തന്നെ 2008 ആയപ്പോഴേക്കും അവരെന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെയുള്ള ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്നില്ല. കാരണം എന്താണ്? ഇങ്ങനെ മെഡിക്കൽ എറേഴ്സ് മൂലം പല രീതിയിൽ മരിക്കുന്നുണ്ട് ആൾക്കാർ അല്ലെ, പല ഇതിലും മരിക്കുന്നുണ്ട്. 2 ലക്ഷം പേരാവും, ചിലപ്പോൾ അതിൽ കൂടാം. അപ്പൊ അങ്ങനെ കവറേജ് കൊടുക്കുമ്പോ എന്താണ്? ഇൻഷുറൻസ് കമ്പനീസിന് എന്ത് വരും? നഷ്ടമാണോ പ്രോഫിറ്റ് ആണോ ഉണ്ടാവുന്നത്? ആണോ? എന്താ ഉണ്ടാവാ? ലോസ് ആൻഡ് പ്രോഫിറ്റ് ആണോ? എന്താ? ലോസ് സംഭവിക്കും അല്ലെ. അങ്ങനെ ലോസ് സംഭവിച്ചു തുടങ്ങി. അതുകൊണ്ട് തന്നെ അവര് പറയുകയാണ് എന്ത്? നിങ്ങള് കൊടുക്കുന്നില്ല എന്നുള്ളത്. ഏതൊക്കെ റീസൺസ് ആണ് അവര് പറയുന്നത്? എന്താണ്? ഏതൊക്കെയാണ്? ഇൻക്ലൂഡിങ് ലീവിംഗ് സർജിക്കൽ ടൂൾസ് ഇൻസൈഡ് ദ പേഷ്യന്റ്, അവർക്ക് അതുപോലെ തന്നെ catheter-related urinary tract infection, അതുമായിട്ട് ബന്ധപ്പെട്ട ഈ 2 ഇതിനും എന്ത് കൊടുക്കുന്നില്ല? ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്നില്ല. അണ്ടർലൈൻ ചെയ്യാട്ടോ. ഇൻക്ലൂഡിങ് ലീവിംഗ് സർജിക്കൽ ടൂൾസ് ഇൻസൈഡ് ദ പേഷ്യന്റ്, അതുപോലെ തന്നെ catheter-related urinary tract infection, ഇങ്ങനെയുള്ള പേഷ്യൻസിനൊന്നും എന്ത് കൊടുക്കുന്നില്ല? not cover the treatment for 8. ഓക്കെ, അവരോട് പറയുന്നത് എന്താണ്? അവർക്ക് ഇങ്ങനെയുള്ള പേഷ്യൻസിന് അവർ കൊടുക്കുന്നില്ല, ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്നില്ല. കാരണം എന്താണ്? അവർക്ക് ഓരോ വർഷം കൂടുന്തോറും എന്താണ്? നഷ്ടം സംഭവിക്കുകയാണ് അല്ലെ. Okay, hospitals are looking at ways to reduce the patient death. In hospitals എന്താണ്? ഇനി പേഷ്യന്റ് ഡെത്ത് എങ്ങനെ റിഡ്യൂസ് ചെയ്യാം? ഏതൊക്കെ വഴികളിലൂടെയാണ് നോക്കാം. ഇൻക്ലൂഡിങ് പ്രൊസീജിയർ ചെക്ക് ലിസ്റ്റ്, കറക്റ്റ് ആയിട്ടുള്ള ചെക്ക് ലിസ്റ്റ് വഴി നോക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സേഫ്റ്റി ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലൂടെയൊക്കെ പേഷ്യൻസിനെ ഡെത്ത് കുറയ്ക്കാനായിട്ട് ഹോസ്പിറ്റൽസ് നോക്കും.
ക്ലിയർ ആയോ? ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ക്ലിയർ ആണോ? മെഡിക്കൽ എറേഴ്സ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലേ? 2 പോയിന്റ്സും നമ്മൾ 2 പോയിന്റ്സ് ആണ് പറഞ്ഞത് കേട്ടോ. ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലെ ചലഞ്ചസില് 2 പോയിന്റ്സ് ആണ് പറഞ്ഞത്. കണ്ടെയ്നിങ് റൈസിംഗ് കോസ്റ്റും അതുപോലെ മെഡിക്കൽ എറേഴ്സും. ക്ലിയർ ആണോ 2 പോയിന്റും? പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കൂ കേട്ടോ. നെക്സ്റ്റ് ആണ് ക്വസ്റ്റ്യനബിൾ റിസൾട്ട് ഫ്രം ദ ഹൈ കോസ്റ്റ്. ഉയർന്ന ചെലവുകളിൽ നിന്നുള്ള സംശയാസ്പദമായ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. The US spends 80% of its GDP on health care, more than any other nation. Yet the health of Americans on average is no better than the many countries that the spend less. ഇവിടെ പറയുന്നത് അമേരിക്ക തങ്ങളുടെ GDP-യുടെ 18% ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് ചെലവഴിക്കുന്നുണ്ട്. ഓക്കെ, 18% GDP-യിൽ നിന്ന് 18% ആണ് ഹെൽത്ത് കെയറുമായിട്ട് അവര് ചെലവഴിക്കുന്നത്. ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട് അവര് ചെലവഴിക്കുന്നത്. എന്നാൽ എന്താണ് അമേരിക്കൻസ് on average is no better than in many countries that spend less. എന്താണ് ഏതൊരു രാജ്യത്തെക്കാളും കൂടുതൽ എന്നിരുന്നാലും അമേരിക്കക്കാരുടെ ആരോഗ്യം ശരാശരി കുറച്ച് ചെലവഴിക്കുന്ന പല രാജ്യങ്ങളെയും അപേക്ഷിച്ച് ഒട്ടും മെച്ചപ്പെടുന്നില്ല. എന്താ ഉദ്ദേശിക്കുന്നത്? GDP-യുടെ 18% ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് അവർ കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്താണ് അവരുടെ ആരോഗ്യം മെച്ചപ്പെടുന്നുണ്ടോ? ഇതോ എസ്സോർണോ? എസ്സോർണോ? ഇല്ല. ഓക്കെ, ഇല്ല അല്ലെ. ഇത്രയും പെർസെന്റേജ് 18% കൊടുത്തിട്ടും എന്താണ് മറ്റു പല രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ എന്താണ് ഇവരുടെ ആരോഗ്യം ഒട്ടും മെച്ചമല്ല എന്നാണ് പറയുന്നത്. WHO. WHO ഫുൾ ഫോം എന്താ? WHO. Expand. WHO. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. വെരി ഗുഡ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അറിയാത്തവരാരും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം കേട്ടോ. എക്സ്പാൻഡ് ഫോം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതേണ്ടതാണ്. ഓക്കെ. A WHO ranking of life expectancy list as the US 34th in the world. Among developed nations, the US as 34th in the world. Among developed nations, the US has one of the highest infant mortality rate, about 6 per 1,000 live birth. അവിടെ പറയുന്നത് എന്താണ്? ഒരു സെന്റൻസ് കൂടി വായിച്ചിട്ട് നമുക്ക് പറയാം. Adult and childhood obesity levels are among the highest in the world. അപ്പൊ ഇവിടെ പറയുന്നത് നമ്മൾ പറഞ്ഞു അമേരിക്കക്കാർ എന്ത് ചെയ്തു? അവരുടെ GDP-യില് 18% ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് അവർ കൊടുത്തിരുന്നു അല്ലെ, മാറ്റിവെച്ചിരുന്നു. പക്ഷേ എന്നിരുന്നാൽ കൂടിയും അവരുടെ ആരോഗ്യം മെച്ചപ്പെടുന്നില്ല. ഇനി അതുപോലെ തന്നെ എന്താണ് ലോകാരോഗ്യ സംഘടന അല്ലെ WHO ആയുർദൈർഘ്യ ഐക്യത്തില് റാങ്കില് അമേരിക്ക എന്താണ് 34ാമത്തെ സ്ഥാനത്താണ്. ഓക്കെ, ലൈഫ് എക്സ്പെക്ടൻസി ലിസ്റ്റ് പ്രകാരം 34ാമത്തെ ഒരു സ്ഥാനത്താണ് അമേരിക്ക നിൽക്കുന്നത്. അതുപോലെ തന്നെ വികസിത രാജ്യങ്ങളിലെ ഏറ്റവും ഉയർന്ന ശിശുമരണ നിരക്ക് ആർക്കാണുള്ളത്? വികസിത രാജ്യങ്ങളില് US-നാണ്. ഓക്കെ, അമേരിക്കയ്ക്കാണ്
ഏറ്റവും ഉയർന്ന ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഉള്ളത്. ശിശുമരണ നിരക്ക് ഏറ്റവും കൂടുതലുള്ളത് US ആണ്. ഇനി ഓരോ കുട്ടികളും ഇപ്പോ ഒരു 1000 ബേബീസ് ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിക്സ് ബേബീസ് എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികള് മരിക്കുന്നുണ്ട്. 1000 പേര് ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാല് അതില് 6 പേര് എന്താണ് എന്നും മരിക്കുന്നു. ഓക്കെ, എവിടെയാണ്? അമേരിക്കയിൽ കേട്ടോ. അഡൽറ്റ് അല്ലെ, മുതിർന്നവരുടെയും അതുപോലെ തന്നെ കുട്ടികളുടെയും ഒബിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബിസിറ്റി എന്താണ്? ഒബിസിറ്റി പൊണ്ണത്തടി അല്ലെ. ഓക്കെ, പൊണ്ണത്തടി, ഒബിസിറ്റിയുടെ അളവ് ലോകത്തിലെ ഏറ്റവും ഉയർന്നത്, ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്നത് എവിടെയാണ്? അമേരിക്കയിലാണെന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? ഇവിടെ പറഞ്ഞത് എന്താണ്? GDP-യുടെ 18% അവർ ആരോഗ്യ സംരക്ഷണത്തിന് മാറ്റി വെക്കുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും അവരുടെ ആരോഗ്യം ഒട്ടും മെച്ചപ്പെടുന്നില്ല അല്ലെ. അതുപോലെ തന്നെ ലൈഫ് എക്സ്പെക്ടൻസി റേറ്റ് ലിസ്റ്റില് 34ാമത്തെ സ്ഥാനത്താണ്. അതുപോലെ തന്നെ എന്താണ്? ഏറ്റവും കൂടുതൽ വികസിത രാജ്യങ്ങളിലെ ഏറ്റവും കൂടുതൽ ഉയർന്ന ശിശുമരണ നിരക്ക് എവിടെയാണ്? ഈ അമേരിക്കയിലാണുള്ളത്. അപ്പോ ഒരു ദിവസം 1000 കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാല് 6 കുട്ടികൾ അവിടെ മരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അഡൽറ്റിന്റെയും കുട്ടികളുടെയും ഒബിസിറ്റിയുടെ അളവ് ലോകത്തിലെ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് എവിടെയാണ്? അമേരിക്കയിലാണ്. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ആണ് partnering with the doctors. Healthcare executives need to develop a relationship with the doctors who obviously play a key role in the industry. But partnering with doctors often does not happen effectively if hospitals and other medical facilities are to change, better relationship are needed. ഇതിൽ പറയുന്നത് എന്താണ്? ഈ ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവ്സും അതുപോലെ തന്നെ ഡോക്ടേഴ്സും തമ്മിലൊരു നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. മനസ്സിലായോ? ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവ്സും അതുപോലെ തന്നെ ഡോക്ടേഴ്സും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോകണം. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അങ്ങനെയല്ല, റിലേഷൻഷിപ്പ് ഇല്ല. എന്താണ് കാരണം? അവരുടെ ഇടയിൽ ചിലപ്പോ വല്ല തർക്കങ്ങളോ കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ബന്ധം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് പറ്റില്ലല്ലേ. ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ, നല്ലൊരു ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ എന്താണ് ഹോസ്പിറ്റലിനും അതുപോലെ തന്നെ അതർ മെഡിക്കൽ ഫെസിലിറ്റീസിനും നല്ലൊരു ചേഞ്ച് വരാനായിട്ട് ഇടവരുന്നുണ്ട്. ഓക്കെ, അവരുടെ ഇടയിൽ നല്ലൊരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽസിലായാലും അതുപോലെ തന്നെ മെഡിക്കൽ ഫെസിലിറ്റീസിനും ചേഞ്ചസ് ഉണ്ടാവാനായിട്ട് സഹായിക്കും. ഓക്കെ, ജസ്റ്റ് അത്രയും ഉള്ളൂ അതിനകത്ത്. അപ്പൊ എന്താണ് അവിടെ പറയുന്നത്? ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ്സും അതുപോലെ തന്നെ ഡോക്ടേഴ്സും തമ്മിലൊരു നല്ലൊരു ബന്ധം സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോ എന്താണ്? നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാനായിട്ടും ഹോസ്പിറ്റലിൽ നല്ല രീതിയിൽ ചേഞ്ചസ് ഉണ്ടാവാനായിട്ടും സഹായകമാണ്. ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കിയേ. 2 പോയിന്റ്സ് പറഞ്ഞ 2 പോയിന്റ്സ് ഒന്ന് വായിക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ 4 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. 4 പോയിന്റ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
ക്ലിയർ ആണോ? 2 പോയിന്റും. ഓക്കെ. നെക്സ്റ്റ് ആണ് way forward or GeoWiz contribution. Okay. The health industry is inherently complex and facing significant structural changes that require every provider to recognize around a new set of standards, including value. Value. Spelling mistake in value. Value, accountability, quality, efficiency, and transparency. ഇവിടെ പറയുന്നത് എന്താണ്? നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു കോംപ്ലക്സ് ആണ് അല്ലെ, ഒരു കോംപ്ലക്സ് ഏരിയ ആണ് അല്ലെ, ഒരു കോംപ്ലക്സ് ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് പല കാര്യങ്ങളിലും ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട് അല്ലെ. സ്ട്രക്ചറിൽ ആയിക്കോട്ടെ, അവിടെ നടക്കുന്ന ഓരോ പ്രോസസ്സില്, ഓരോ ഓപ്പറേഷനിൽ ആയിക്കോട്ടെ, പല കാര്യങ്ങളിലും ഈ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാല് കോംപ്ലക്സ് ഏരിയ ആയതുകൊണ്ട് തന്നെ പല രീതിയിലും അവിടെ എന്താണ് ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കോംപ്ലക്സ് സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ പല ഏരിയയിലും ചേഞ്ചസ് സംഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഇനി ഏതിലൊക്കെയാണ് മാറ്റം വരുന്നത്? അവിടെ നടത്തുന്ന അക്കൗണ്ടബിലിറ്റി, അതുപോലെ ക്വാളിറ്റി, വാല്യൂസില്, അതുപോലെ എഫിഷ്യൻസിയില്, ട്രാൻസ്പെറൻസിയിലൊക്കെ പല മാറ്റങ്ങളും സംഭവിക്കാം. ഇനി എന്താണ് ജിയോവിസ്? ജിയോവിസ് എന്ന് പറഞ്ഞാല് ജിയോവിസ് ഫുൾ നെയിം എന്ന് പറഞ്ഞാല് ജിയോവിസ് ഇൻകോർപ്പറേഷൻ എന്നാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം, അവിടെ തന്നെ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം കേട്ടോ. മിസ് പറയാം, ഒന്ന് എഴുതിയെടുക്കാം. ജിയോവിസ് ഇൻകോർപ്പറേഷൻ. ജിയോവിസ് ഇൻകോർപ്പറേഷൻ appears to be a company name, comma ഇട്ട് കൊടുക്കാം. കമ്പനി നെയിം എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു കോമ likely specializing in healthcare solutions, likely specializing in healthcare solutions, comma, consulting or technology. GeoWiz Incorporation appears to be a company name likely specializing in healthcare solutions, consulting or technology. So, GeoWiz Incorporation എന്ന് പറഞ്ഞാൽ ഒരു ഏജൻസി ആണ്. നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന് ഹെൽത്ത് കെയർ സൊല്യൂഷൻ കൊടുക്കുന്നതിന് കൊടുക്കാനായിട്ടുള്ള ഒരു ഏജൻസിയാണ് എന്താ GeoWiz Incorporation എന്ന് പറയുന്നത്. ഇനി ഹെൽത്ത് കെയർ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എക്സാമ്പിൾ പറയാം, മെഡിക്കൽ ടെക്നോളജി, അതുപോലെ കൺസൾട്ടിങ് സർവീസസ്, അതുപോലെ ഓപ്പറേഷണൽ ഇംപ്രൂവ്മെന്റ്സ്. പേഷ്യൻസിന് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ, അവിടെയുള്ള പ്രവർത്തനങ്ങളിൽ ഇംപ്രൂവ്മെന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ കൺസൾട്ടിങ് സർവീസുകൾ കൊടുക്കുന്നത്, അതുപോലെ മെഡിക്കൽ ടെക്നോളജി അല്ലെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? GeoWiz Incorporation ഏജൻസിയാണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും ഹെൽത്ത് കെയർ മേഖലയുടെ എല്ലാ കാര്യങ്ങളിലും ഒരു പേഷ്യൻസിന് ഹെൽത്ത് കെയർ സൊല്യൂഷൻ കൊടുക്കുന്ന ഒരു ഏജൻസിയാണ് GeoWiz Incorporation എന്ന് പറയുന്നത്. ഇൻകോർപ്പറേഷൻ INCORPORATION. നെക്സ്റ്റ് പോയിന്റിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് GeoWiz provides
എന്താണ്? ഇല്ല, അത് കറക്റ്റ് ആണ് കേട്ടോ, കറക്റ്റ് ആണ്. നമുക്ക് നോക്കാം നെക്സ്റ്റ് പാരഗ്രാഫ് കേട്ടോ. നെക്സ്റ്റ് രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കാം. GeoBiz provides healthcare solutions designed to help clients optimize their performance in the short term and prepare for inevitable strategic, operational and financial challenges of the future. അപ്പൊ എന്താണ് ഇവിടെ നിലവിലുള്ള ഓപ്പറേഷനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെ, നിലവില് ഹോസ്പിറ്റലുകളിൽ നടക്കുന്ന ഓപ്പറേഷനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അത് നമുക്ക് എന്താണ് പല വെല്ലുവിളികൾ, പല ചലഞ്ചസ് ഉണ്ടാകുന്നുണ്ട് അല്ലെ. അവിടെ പല ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട്. അതിനെ എതിർത്തുകൊണ്ട് പല വെല്ലുവിളികളും ചലഞ്ചസും ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ചലഞ്ചസുകൾ നമ്മള് നേരിടാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നു. ക്ലിയർ ആയോ? ഓക്കെ ആണോ? GeoBiz ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതെന്താ പ്രൊവൈഡ് ചെയ്യുന്നത്? അവിടെ എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റൽ ഹെൽത്ത് കെയറിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ടും അവിടെ വരുന്ന വെല്ലുവിളികളെ നേരിടാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നു. കൺസെപ്റ്റ് മനസ്സിലായോ? ഓക്കെ, ഇനി എന്തൊക്കെ ചലഞ്ചസ് ആണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ളത്? സ്ട്രാറ്റജിക് പരമായിട്ടല്ലേ. എന്തൊക്കെയാണ്? ആസൂത്രണങ്ങളിൽ അല്ലെ, സ്ട്രാറ്റജിക് പരമായിട്ട് പല കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. അങ്ങനെയുള്ളതിൽ ഫേസ് ചെയ്യണം. അതുപോലെ തന്നെ അവിടെയുള്ള ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഫിനാൻഷ്യൽ അല്ലെ, ഫിനാൻഷ്യലുകളിലൊക്കെ പല കാര്യങ്ങളും നമ്മള് ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പല ചലഞ്ചസുകളും ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനെയൊക്കെ തരണം ചെയ്തു പോകാനായിട്ട് GeoBiz ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? വേ ഫോർവേഡ് ആൻഡ് GeoBiz കോൺട്രിബ്യൂഷൻ. പോയിന്റ് ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ആണ് ക്ലിനിക്കൽ ഓപ്പറേഷൻസ്. To improve clinical and operational effectiveness, GeoBiz Incorporation, INC എന്ന് പറഞ്ഞാല് ഇൻകോർപ്പറേഷൻ ആണ് കേട്ടോ. ഓക്കെ, GeoBiz Incorporation helps clients reduce clinical variation and improve length of stay process. Concurrently, we identify opportunity to enhance patient flow, improve the perception, precision of clinical documentation and coordinate system, and maximize clinical capacity. We also evaluate the clinical care management, quality outcomes, structure, and medical management. ഇവിടെ പറയുന്നത് ക്ലിനിക്കൽ പരമായിട്ടുള്ള ഓപ്പറേഷൻസിനെ സഹായിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഈ ക്ലിനിക്കൽ പരമായിട്ടുള്ളത്, അതുപോലെ തന്നെ നല്ല രീതിയിൽ ഹോസ്പിറ്റലുകളുമായിട്ട് ബന്ധപ്പെട്ട പല ഓപ്പറേഷൻസുകളും ഇഫക്റ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ട്, ഫലപ്രാപ്തി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും ഈ GeoBiz സഹായിക്കുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ക്ലിനിക്കൽ വാരിയേഷൻസ് ഒക്കെ ഉണ്ടാകുമോ? എന്തെങ്കിലും വാരിയേഷൻസ് ഒക്കെ വന്നാല് അത് റെഡ്യൂസ് ചെയ്യാനായിട്ടും, അതുപോലെ തന്നെ ലെങ്ത് ഓഫ് സ്റ്റേ പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ലെങ്ത് ഓഫ് സ്റ്റേ പ്രോസസ് എന്തെങ്കിലും ഐഡിയ പറയാൻ പറ്റോ? ഗസ് ചെയ്യാൻ പറ്റോ? എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഇൻപേഷ്യന്റ് അല്ലെ, വെരി ഗുഡ്. ഇൻപേഷ്യന്റ് നമ്മൾ കിടത്തി ചികിത്സിക്കാറുണ്ടല്ലേ. അപ്പൊ നല്ല രീതിയിൽ അവിടെ ഓപ്പറേഷൻസ് ഒക്കെ അല്ലെങ്കിൽ ചികിത്സകള്, സർവീസുകളൊക്കെ എഫക്റ്റീവ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേയുടെ ഡ്യൂറേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റേ എന്ത് ചെയ്യാൻ പറ്റും? ആ ഡ്യൂറേഷൻ എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടാൻ പറ്റോ അല്ലെങ്കിൽ കുറയ്ക്കാൻ പറ്റോ? എന്താ ചെയ്യാ? നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് സർവീസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറയ്ക്കാൻ പറ്റും അല്ലെ. ഓക്കെ, കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പൊ അതിനൊക്കെ എന്താണ് ഈ GeoBiz സഹായിക്കുന്നുണ്ട്. ഇനി എന്താ പറയുന്നത്? ഇനി അതുപോലെ തന്നെ അവിടെയുള്ള എന്താണ് രോഗികളുടെ ഫ്ലോ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നതിനും കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റേഷൻ നൽകുന്നതിനും പരിചരണ ശേഷി പരമാവധി ആക്കുന്നതിനും പരിചരണം കൃത്യമായിട്ട് എഫക്റ്റീവായിട്ട് കൊടുക്കുന്നതിനും
നല്ല രീതിയിൽ കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഡോക്യുമെന്റേഷൻസ് ഒക്കെ കൃത്യമായിട്ട് നൽകുന്നതിനും അതുപോലെ തന്നെ സ്റ്റാഫുകൾ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് സ്റ്റാഫുകളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് അവിടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കൃത്യമായിട്ട് എന്തൊക്കെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇതിലൂടെ ക്ലിനിക്കൽ കെയർ മാനേജ്മെന്റ്. വി ഓൾസോ ഇവാലുവേറ്റ് clinical care management, quality outcomes, structure and medical management. Clinical ആയിട്ടുള്ള കെയർ അതുപോലെ തന്നെ ക്വാളിറ്റി ഓരോ സർവീസിന്റെ ക്വാളിറ്റി സ്ട്രക്ചർ അതുപോലെ തന്നെ മെഡിക്കൽ മാനേജ്മെന്റ് ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അവിടെയുള്ള പേഷ്യന്റ് കെയർ ആയാലും അവിടെ എന്തെങ്കിലും വാരിയേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിഡ്യൂസ് ചെയ്യാനും ബെറ്റർ ആയിട്ട് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ ഇംപ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അത്രയുള്ള അതിന്റെ കൺസെപ്റ്റ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഇനി എന്താണ് ലാസ്റ്റ് പോയിന്റ് ആണ് പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ്. Geovis Incorporation provides clients with the expertise to successfully address the many challenges of the marketplace and reach optimal performance with the in-depth knowledge of best practice combined with the real-world operations experience. Our experts like quickly evaluate options and develop sustainable solutions. എന്താണ് ആ പാരഗ്രാഫിൽ പറയുന്നത്? ഓക്കെ, നമുക്ക് നോക്കാം. Geovis Incorporation provides client with the expertise to successfully address the many challenges of the marketplace and to reach optimal performance. എന്താണ് ഓർഗനൈസേഷനിൽ വരുന്ന ഒബ്സ്റ്റാക്കിൾസ് ഉണ്ടാവില്ലേ? അത് ഉദ്ദേശിക്കുന്ന അത്രയേ ഉള്ളൂ. ഓർഗനൈസേഷനിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന തടസ്സങ്ങളെ ഐഡന്റിഫൈ ചെയ്ത് അത് ഓവർകം ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ടോപ്പ് മാനേജ്മെന്റിന്റെ പെർഫോമൻസ് നല്ല രീതിയിൽ ഹോസ്പിറ്റലുകളിലെ പെർഫോമൻസ് അച്ചീവ് ചെയ്യാനും വേണ്ടിയിട്ട് ആരെ സഹായിക്കുന്നുണ്ട്? ജിയോവിസ് ഇൻകോർപ്പറേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ഓർഗനൈസേഷനിൽ വരുന്ന തടസ്സങ്ങളെ ഐഡന്റിഫൈ ചെയ്ത് അത് തരണം ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവിടുത്തെ ടോപ്പ് മാനേജ്മെന്റ് പെർഫോമൻസ് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ടും ജിയോവിസ് ഇൻകോർപ്പറേഷൻ സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഇനി എന്താ പറയുന്നത്? With in-depth knowledge, the best practice combined with the real-world operations experience of experts, quickly evaluate options and develop sustainable solutions. എക്സ്പെർട്ടുകൾ അവരുടെ അറിവും അനുഭവങ്ങളും ഉപയോഗിച്ച് പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കുകയും ശാശ്വത പരിഹാരങ്ങള് കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. എന്താണ് എക്സ്പേർട്ടുകൾ അല്ലെ? അവിടെയുള്ള പല എക്സ്പേർട്ടുകൾ ഉണ്ടാവുമല്ലോ. അവരെന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ നോളജും എക്സ്പീരിയൻസും ഉപയോഗിച്ചുകൊണ്ട് അവിടെ എന്താണ് പ്രശ്നങ്ങൾ ഉള്ളത്, ഹോസ്പിറ്റലുകളിൽ എന്തൊക്കെയാണ്, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ ഏതൊക്കെ മേഖലകളിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുകയും അതിന് വേണ്ടിയിട്ട് ശാശ്വത പരിഹാരം കണ്ടെത്താനും സഹായിക്കുന്നു. ക്ലിയറായോ? എക്സ്പേർട്ടുകളെ സഹായിക്കുന്നുണ്ട്. ഇനി ഒക്കെയാണോ ഫസ്റ്റ് പാരഗ്രാഫ്? അതാണ് അവിടെ പറയുന്ന കൺസെപ്റ്റ് കേട്ടോ. 2 പോയിന്റിന്റെ കൺസെപ്റ്റ് അതാണ്. ക്ലിയർ ആയോ? നെക്സ്റ്റ് പാരഗ്രാഫ് പറഞ്ഞോട്ടെ മിസ്. ഒക്കെയാണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി ഒന്നുകൂടെയും പറയണോ? ഓക്കെ, ഒന്നുകൂടെയും പറയാം. എന്താണ് ഓർഗനൈസേഷനിലുള്ള തടസ്സങ്ങളെ, ഒബ്സ്ട്രാക്കിൾസിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഐഡന്റിഫൈ ചെയ്യുകയും അത് ഓവർകം ചെയ്യാനും അതുപോലെ തന്നെ അവിടുത്തെ ടോപ്പ് മാനേജ്മെന്റ് പെർഫോമൻസ് അച്ചീവ് ചെയ്യാനായിട്ടും ജിയോവിസ് ഇൻകോർപ്പറേഷൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ അവിടെയുള്ള എക്സ്പേർട്ടുകളെ എങ്ങനെയാണ് സഹായിക്കുന്നത്? അവരുടെ അറിവും എക്സ്പീരിയൻസും വെച്ചുകൊണ്ട് പല ഡിപ്പാർട്ട്മെന്റിലും അല്ലെങ്കിൽ പല മേഖലകളിലും എന്താണ് ഡിഫറെന്റ്
challenges അല്ലെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ പ്രശ്നങ്ങളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടും അതിനുള്ള ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നു. Next ആണ് from the hospital administrator's point of view, our account would indeed be very disappointing as there are no ready-made shortcuts on the offer to improve the outcomes. Okay, എന്താ പറയുന്നത് ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞു കഴിഞ്ഞാല് തടസ്സങ്ങൾക്ക് പരിഹാരം നിരാശാജനകമായി തോന്നിയേക്കാം. കാരണം അത് എന്താണ് ദ്രുത പരിഹാരങ്ങളോ കുറുക്ക് വഴികളിലൂടെയോ ചെയ്യാൻ പറ്റില്ല അല്ലെ. നമുക്ക് എന്താണ് പല തടസ്സങ്ങളും ഹോസ്പിറ്റലുകളിൽ പല മേഖലകളിലും ഉണ്ടാവും അല്ലെ. അതെന്താണ് പെട്ടെന്ന് നമുക്ക് പരിഹരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. പല കുറുക്ക് വഴികളോ അല്ലെങ്കിൽ ഷോർട്ട് കട്ട്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതിന് ആദ്യം പരിഹാരം കണ്ടെത്തണം അല്ലെ. എന്താണ് പ്രശ്നം എന്ന് കണ്ടെത്തുകയും അതിന് പരിഹാരം കണ്ടെത്തുന്നത് എങ്ങനെയാണ് പതുക്കെ പതുക്കെ അത് നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അല്ലെ. അതിനെ തരണം ചെയ്യാനായിട്ട് പതുക്കെ പതുക്കെ നമുക്ക് പറ്റുള്ളൂ ഇല്ലേ. നമുക്ക് ഇപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ നമുക്ക് എന്താണ് പെട്ടെന്ന് അതിനെ മാറ്റാൻ പറ്റില്ല. ചിലപ്പോൾ അത് പതുക്കെ പതുക്കെയാണ് അതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ അല്ലെ. അതുപോലെ തന്നെയാണ് ഇവിടെ ഹോസ്പിറ്റലുകളിൽ എന്തെങ്കിലും പ്രശ്നം നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കുറുക്ക് വഴികളോ അല്ലെങ്കിൽ ഷോർട്ട് കട്ട്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല. അതെന്താണ് പതുക്കെ പതുക്കെ സാവധാനം നമുക്ക് അത് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അല്ലെ. മാറ്റാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇനി എന്താണ് however it is important to realize that the health is a social phenomena and a public hospital is a social institution which cannot be studied the isolation from the societal condition in which it operates. The analysis present here is in conformity with this reality. ഇവിടെ എന്താ പറയുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, നമ്മുടെ ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെ. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ആരോഗ്യവും ഹോസ്പിറ്റലും. അതുപോലെ തന്നെ സോഷ്യലായിട്ടും സമൂഹമായിട്ടും അതിന്റെ സാഹചര്യങ്ങളായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ. ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞാൽ സമൂഹമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിന്റെയും ആശുപത്രികളുടെയും യഥാർത്ഥ സാമൂഹ്യ പശ്ചാത്തലം നമ്മുടെ കണക്കിലെടുത്താണ് വിശകലനം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള പല സർവീസുകളും ഇപ്പോഴുള്ള റിയാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ നടക്കുന്ന പല മാതൃകകൾ സർവീസുകൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന റിയാലിറ്റിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം ഓരോ കാര്യങ്ങളും. എന്തൊക്കെയാണ് പ്രശ്നങ്ങള്, ഇതിന് പരിഹാരം കണ്ടെത്തേണ്ടത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മള് ഇപ്പൊ കൊടുക്കുന്ന സർവീസിനെ ബേസ് ചെയ്തുകൊണ്ട് ഇപ്പോഴുള്ള റിയാലിറ്റിയെ മനസ്സിലാക്കി അനലൈസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് നോക്കാം. However, we are sure that there still are public hospitals that offer much to learn in terms of internal working of these hospitals for improving the service of a public hospital. അതുപോലെ തന്നെ എന്താണ്, ചില പൊതു ആശുപത്രികളിലൊക്കെ ഫലപ്രദമായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. അവ പഠിക്കാനും മറ്റുള്ളവ മെച്ചപ്പെടുത്താനായിട്ടും അത് ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് ഉദ്ദേശിക്കുന്നത്? പബ്ലിക് ഹോസ്പിറ്റലുകളിൽ എന്താണ് അങ്ങനെയുള്ള പരിഹാരം എന്തൊക്കെയാണ്? ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ, പുതിയ പുതിയ സംവിധാനങ്ങളുണ്ട്. അതുപോലെ അത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയും വേണം. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ലാസ്റ്റ് പാരഗ്രാഫ് നോക്കാം. Taken over all the public healthcare system in the country stands at a crossroads where there is a little in the present system that is worth emulating. However, even when the difficulties appear, one minute.
Okay. Difficulties appears insurmountable. The solution lies the propagating and creating space for an alternative paradigm, both the realm of theory and practice, in order to that the theory against in virtually it must develop the language to articulate people's struggles for an alternative development paradigm. പാരഗ്രാഫിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പോ നിലവിലുള്ള പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റത്തിലെ വളരെ ബുദ്ധിമുട്ടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. നിലവിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഹെൽത്ത് കെയർ സിസ്റ്റംസ് ഒക്കെ എന്താണ് വളരെ ബുദ്ധിമുട്ട് അല്ലെ, ചലഞ്ചസ്, കുറെ ചലഞ്ചസുകളൊക്കെ ഫേസ് ചെയ്തുകൊണ്ടാണ് അവര് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് കാര്യമായിട്ടുള്ള പുരോഗതി ആവശ്യമാണ് അല്ലെ. ചലഞ്ചസുകൾ തരണം ചെയ്തുകൊണ്ട് ഇത് മുന്നേറുവാനായിട്ടുള്ള പുരോഗതി അവർക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ വെല്ലുവിളികൾ വളരെ വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചലഞ്ചസുകൾ വളരെ വലുതായി കഴിഞ്ഞാൽ, ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാല് ആശയങ്ങളിലും പ്രവൃത്തികളിലും പുതിയതും മികച്ചതുമായ ഒരു സമീപനം സൃഷ്ടിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. എന്ന് പറഞ്ഞാൽ എന്താണ്? വെല്ലുവിളികളെ നേരിടാൻ പുതിയ ആശയങ്ങൾ അത്യാവശ്യമാണ്. മനസ്സിലായോ? വെല്ലുവിളികൾ ഇപ്പൊ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ എന്തെങ്കിലും ചലഞ്ചസുകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവയെ നേരിടാനായിട്ട് പുതിയ ആശയങ്ങൾ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, എടുത്തുകൊണ്ടേയിരിക്കണം. എന്തൊക്കെയാണ് എന്നുള്ളത് പുതിയ ട്രഡീഷണൽ ആയിട്ടുള്ള സിസ്റ്റംസിനെ മാറ്റി ഇപ്പോൾ നമുക്കറിയാം ഹെൽത്ത് കെയർ മേഖലയിൽ പല രീതിയിൽ പുതുമ വന്നിരിക്കുകയാണ് അല്ലെ. അല്ലെങ്കിൽ ന്യൂ ടെക്നോളജീസ്, ന്യൂ സിസ്റ്റംസുകളൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് ചലഞ്ചസുകൾ ഉണ്ടാവാറുണ്ട്. ആ ചലഞ്ചസുകളെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ആശയങ്ങൾ നമ്മൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇങ്ങനെയുള്ള ആശയങ്ങള് ആളുകളുടെ ആവശ്യങ്ങളെ കണ്ടെത്തുകയും അവർക്ക് വേണ്ട നല്ല മാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുകയും വേണം. മനസ്സിലായോ? അവിടെ വരുന്ന ആളുകള് പേഷ്യൻസിന്റെ എന്തൊക്കെയാണ് പേഷ്യൻസിന് വേണ്ട ആവശ്യങ്ങള് എന്നത് നോക്കി മനസ്സിലാക്കി കണ്ടെത്തി അവർക്ക് വേണ്ടതായിട്ടുള്ള മാറ്റത്തെ, അവർക്ക് എന്താണ് സാറ്റിസ്ഫാക്ഷൻ അത്യാവശ്യമാണ് അല്ലെ. അപ്പൊ അവിടെ കൊടുക്കുന്ന ഓരോ സർവീസിലും എന്തൊക്കെ മാറ്റങ്ങളാണ് വേണ്ടത്, എന്തൊക്കെ പുതിയ ആശയങ്ങളാണ് കൊണ്ടുവരേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ട രീതിയിൽ അത് പ്രോത്സാഹിപ്പിക്കുകയും വേണം. ക്ലിയർ ആയോ? കണക്ഷൻ കിട്ടിയോ? എന്താണെന്ന് മനസ്സിലായോ? എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോ എന്താണ് ഹെൽത്ത് കെയർ സിസ്റ്റം, പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറഞ്ഞാല് എന്താണ് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഓരോ കാര്യങ്ങളും, വളരെ ബുദ്ധിമുട്ടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം ചലഞ്ചസുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഫേസ് ചെയ്യുമ്പോൾ അതിന് പുരോഗതി അല്ലെ, അത് തരണം ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. അപ്പൊ അങ്ങനെ തരണം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ എന്താണ്, പല വെല്ലുവിളികളും നമുക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പൊ അതിനെ തരണം ചെയ്യാനായിട്ടുള്ള പുതിയ ആശയങ്ങൾ നമ്മൾ കണ്ടെത്തണം. മനസ്സിലായോ? കണ്ടെത്തണം. പുതിയ ആശയങ്ങള് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. പുതിയ രീതിയിലുള്ള സർവീസുകൾ, പുതിയ ടെക്നോളജികളൊക്കെ നമ്മൾ ആളുകളിലേക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിന് ചലഞ്ചസുകൾ ഉണ്ടാവുന്നുണ്ട് അല്ലെ, ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചലഞ്ചസുകളെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ആശയങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇനി എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഈ ആശയങ്ങള് ആളുകളുടെ ആവശ്യങ്ങളെ കണ്ടെത്തുകയോ, കാരണം എന്താണ്, അവിടെ വരുന്ന പേഷ്യൻസിന്റെ എന്തൊക്കെയാണോ അവർക്ക് ആവശ്യമായിട്ട് വരുന്നത്, അവരുടെ നീഡ്സ്, വാൻസ് അനുസരിച്ചിട്ട് എങ്ങനെയുള്ള മാറ്റമാണ് അവര് ആഗ്രഹിക്കുന്നത്, പേഷ്യൻസിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയുള്ള മാറ്റങ്ങളാണ് പേഷ്യൻസ് ആഗ്രഹിക്കുന്നത്, അത് മനസ്സിലാക്കിയിട്ട് അങ്ങനെയുള്ള മാറ്റങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. ക്ലിയർ ആയോ? ഇത്രയും വരെ എടുക്കുന്നുള്ളൂ കേട്ടോ. ജസ്റ്റ് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് തുടങ്ങാമെന്ന് വിചാരിച്ചിരുന്നു. പറഞ്ഞു കഴിയുമ്പോഴേക്കും ടൈമായി. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മിസ് എടുക്കാൻ പോകുന്നത്
4th ചാപ്റ്റർ ആണ് കേട്ടോ. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഇതാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത്ര വരെ ക്ലിയർ ആണോ? താങ്ക് യു. ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ ആണോ എല്ലാവർക്കും? താങ്ക് യു.